ഈശോ മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞ കുഞ്ഞു കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്നത്തെ ഈ തിരുവചന ഭാഗത്ത് ഈശോയും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള കണ്ടുമുട്ടലാണ് നാം കാണുന്നത്. ഈ ഒരു കണ്ടുമുട്ടൽ തികച്ചും ഒരു അസ്വാഭാവികമായ കണ്ടുമുട്ടലാണ്. കാരണം മറ്റൊന്നുമല്ല, യഹൂദരും സമരിയാക്കാരും തമ്മിലുള്ള ശത്രുത തിരുവചനത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കണ്ടുമുട്ടൽ യാദൃശ്ചികമായിരുന്നു എന്ന് ചോദിച്ചാൽ സമരിയാക്കാരി സ്ത്രീയെ സംബന്ധിച്ച് അത് യാദൃശ്ചികമായിരുന്നു. എന്നാൽ ഈശോയെ സംബന്ധിച്ചാകട്ടെ അത് യാദൃശ്ചികമായിരുന്നില്ല. കാരണം ഈശോ അവൾക്ക് വേണ്ടി മാത്രമാണ് ആ കിണറ്റിൻകരയിൽ എത്തിച്ചേർന്നത്. നമ്മളെല്ലാവരും ഒത്തിരിയേറെ വെബ് സീരീസ് കാണുന്നവരാണ്. ഈശോയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വെബ് സീരീസ് ഉണ്ട്, ദ ചോസൻ. ആ ഒരു വെബ് സീരീസിൽ ഈ ഒരു രംഗം അതിൻ്റെ സംവിധായകൻ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഈശോ അവളോട് പറയുകയാണ്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. അതുപോലെ തന്നെ നിനക്കാണ് ആദ്യമായി മിശിഹായെ ഞാൻ വെളിപ്പെടുത്തുന്നത്. ഇത് കേട്ട് അവൾ ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈശോ ആ കിണറ്റിൻകരയിൽ എത്തിച്ചേർന്നത് അവളെ നേടാൻ വേണ്ടിയിട്ടായിരുന്നു. ഈശോ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് അവൾ വിലപ്പെട്ടവളാണെന്ന്. കാരണം സമൂഹം അവളുടെ തെറ്റായ ജീവിത ശൈലി കൊണ്ട് തന്നെ അവളെ മാറ്റി നിർത്തിയിരുന്നു. അതുകൊണ്ടാണ് അവൾ നട്ടുച്ച നേരത്ത് വെള്ളം കോരാനായിട്ട് വരുന്നത്. കാരണം മറ്റുള്ളവരെല്ലാം തന്നെ വെയിലാറിയ സമയങ്ങളിൽ രാവിലെയും വൈകിട്ടുമായി വെള്ളം കോരാൻ വരുമ്പോൾ അവൾ മാത്രം ഉച്ചയ്ക്ക്. കാരണം പൊതുസമൂഹമായൊരു സമ്പർക്കം അവളിൽ നിന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഈശോ ആ നേരത്ത് അവളുടെ ആ പൊള്ളുന്ന അനുഭവങ്ങളിലേക്ക് ഈശോ കടന്നു വരികയാണ്. ആ സമയം ഈശോ അവളുടെ ജീവിതത്തെ ഒരു വീണ്ടുവിചാരത്തിന് ഇടയാക്കുകയാണ്. അതിലൂടെ അവൾ അവളുടെ ജീവിതത്തെ കണ്ടെത്തുന്നു. തൻ്റെ തെറ്റായ ജീവിതത്തെ ഓർത്ത് അവൾ ദുഃഖിക്കുന്നു. ഒടുവിൽ അവൾ ഒരു മാനസാന്തരത്തിലേക്കും തുടർന്ന് ഈശോയെ രക്ഷകനാണെന്ന് ഏറ്റുപറച്ചിലേക്കും അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യവുമായിട്ടും അവൾ മാറുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് വായിച്ചു കേട്ട ഈ വചനഭാഗത്തെ നമുക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 4 സീകളിലേക്ക് ചുരുക്കാം. ആദ്യമായി തന്നെ ഒരു കണക്ഷൻ, ഈശോയും ഈ സമരിയാക്കാരി സ്ത്രീയുമായുള്ളൊരു കണക്ഷൻ. അതുണ്ടാകുന്നത് ഈശോ അവൾക്ക് വേണ്ടി വരികയാണ്. അവളുടെ പൊള്ളുന്ന അനുഭവങ്ങളിലേക്ക് ഈശോ വരികയാണ്. അങ്ങനെ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാകുന്നു. പിന്നീട് ഒരു കോൺവെർസേഷനിലേക്ക് വരുന്നു. ഈശോ അവളുമായുള്ള ഒരു സംഭാഷണത്തിലേർപ്പെട്ട് അവളുടെ ജീവിതത്തെ ഒരു പുനർവായനയ്ക്ക് ഇടയാക്കുന്നു. തുടർന്ന് അവൾ ഒരു അനുതാപത്തിലേക്ക്, ഒരു കൺഫെഷനിലേക്ക് അവൾ വരുന്നു. അവളുടെ ജീവിതത്തിലെ അവൾക്ക് വന്നുപോയ വീഴ്ചകളെ ഈശോയുടെ മുൻപിൽ അവൾ ഏറ്റുപറയുകയാണ്. തുടർന്ന് അവൾ ഒരു കൺവിക്ഷനിലേക്ക്, പുതിയൊരു ബോധ്യത്തിലേക്ക് കടന്നു വരുന്നു. ഈശോയാണ് യഥാർത്ഥ രക്ഷകൻ. അതിലൂടെ അവൾ അനേകർക്ക് സാക്ഷ്യമായിട്ട് മാറുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇതുപോലെ മാറ്റപ്പെടേണ്ടതാണ്. നമ്മുടെയൊക്കെ പൊള്ളുന്ന അനുഭവങ്ങളിൽ ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ഒരു അപരിചിതനെ പോലെ തിരിച്ചറിയാനാകാതെ നമ്മൾ നിൽക്കുകയാണ്. നമുക്ക് വേണ്ടി സക്രാരിയിലും കുമ്പസാരക്കൂട്ടിലും അനുദിനം കാത്തിരിക്കുന്ന തമ്പുരാൻ്റെ അടുത്തേക്ക് ഒന്ന് ഓടിച്ചെല്ലാൻ നമുക്ക് പരിശ്രമിക്കാം. അവനുമായൊരു സംഭാഷണത്തിൽ ഏർപ്പെടാം. ഈ ഒരു സംഭാഷണം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളെ മാറ്റും, നമ്മുടെ ജീവിതങ്ങളിലെ അനുതാപത്തിലേക്ക് നയിക്കും. അങ്ങനെ പുതിയ ബോധ്യങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈശോയാണ് ഏകരക്ഷകനെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അജ്ന ജോർജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. അവളുടെ ജീവിതത്തിൻ്റെ ഏതൊരു സങ്കടങ്ങളിലും വേദനകളിലും താങ്ങാനാകാത്ത യാതനകളിലുമെല്ലാം ഈശോയുമായുള്ളൊരു കണക്ഷൻ കീപ്പ് ചെയ്ത ഒരു പെൺകുട്ടിയാണ്. അതോടൊപ്പം തന്നെ അവൾ എന്നും ഏതൊരു നിമിഷങ്ങളിലും ഈശോയുമായുള്ള സംഭാഷണം നടത്തിയിരുന്നു. ഒരു കുഞ്ഞു തെറ്റുകൊണ്ട് പോലും അവൾ ഈശോയെ വേദനിപ്പിക്കാനായിട്ട് അവൾ ഇടയാക്കിയിട്ടില്ല. ഇന്ന് അവളുടെ ആ ബോധ്യങ്ങൾ അനേകർക്ക് വലിയ പ്രചോദനമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മാറ്റാം. ഹെബ്രായ ലേഖനത്തിലൂടെ പറയുന്നുണ്ട്, പലപ്പോഴും ആയി ഈശോയെ അനുഭവിച്ച നമ്മൾ അവനിൽ നിന്ന് മാറിപ്പോയ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. എങ്കിലും ഹെബ്രായ ലേഖകൻ പറയുന്നു, നിങ്ങളിൽ ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. പ്രിയമുള്ളവരെ, നമ്മളിലുള്ള നന്മകളെ വീണ്ടെടുക്കാൻ, ഈശോയുടെ പക്കലായിരിക്കാൻ ഈ തിരുവചന ഭാഗം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.